തിലകൻ ചേട്ടനിലെ അഭിനേതാവിനെ കുറിച്ച് കൂടുതൽ പറയാൻ. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ നല്ല കഥാപാത്രങ്ങൾ തിലകൻ ചേട്ടനെ കൊണ്ട് ചെയ്യിച്ച പ്രസിദ്ധ സംവിധായകനായ ശ്രീ KG ജോർജ്. തിലകൻ ചേട്ടനുമായിട്ട് ഈ വേദി പങ്കിടാൻ ഒരു സംവിധായകൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് സാറ് തന്നെ വേണമെന്ന് ഭയങ്കര നിർബന്ധമുണ്ടായിരുന്നു. സിനിമയിൽ ആദ്യമായിട്ട് കാണുന്നത് സാറിൻ്റെ പടങ്ങളിൽ കൂടിയാണ്. ഉൾക്കടലിലും കോലങ്ങളിലും യവനികയിലുമാണ്. യവനിക കണ്ടപ്പോൾ എനിക്ക് അതിനുമുമ്പ് ഞാൻ തിലകൻ ചേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു, പല നാടകങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ യവനിക കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അടുത്തിരുന്ന രണ്ടുപേർ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇയാൾ ഏതോ നാടക ട്രൂപ്പിൻ്റെ മാനേജർ തന്നെയാണ്. എങ്ങനെയാണ് സാർ തിലകൻ ചേട്ടനിലെ നടനെ കണ്ടെത്തുന്നത്? നടനെ എങ്ങനെയാണ് കാണുന്നത്? ആക്ച്വലി നടൻ എന്നുള്ള നിലയിൽ അറിയപ്പെടുന്ന ആളായിരുന്നു തിലകൻ. പക്ഷേ ഞാൻ എനിക്ക് സിനിമ എടുക്കുന്നതിൽ പല ഫേസുകളുണ്ട് ജീവിതത്തിൽ. അപ്പോൾ അതിൽ ആദ്യം സ്വപ്നം എടുത്ത് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾ പാഴായ സിനിമകളെടുത്തു. അതിനുശേഷം വീണ്ടും ഒരു തിരിച്ചുവരവായിരുന്നു ഉൾക്കടൽ എന്ന് പറയുന്നൊരു സിനിമ. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസറാണ് ആക്ച്വലി ഈ രണ്ടാം പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ ആശാൻ എന്നാണ് സംബോധന. അപ്പോൾ ഈ അപ്പൂട്ടി എന്ന് പറയുന്ന ആളാണ് ഇങ്ങനെ ഒരു ആൾ നമുക്കൊരു വേഷം കൊടുത്താൽ. അപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയശേഷിക്ക് പറ്റുന്ന വേഷമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അതിനകത്ത് വേണു നാഗവള്ളിയുടെ ഫാദറായിട്ടുള്ള വേഷം, ചെറിയ വേഷം ചെയ്തു. അപ്പോൾ ഓഫ് കോഴ്സ് തിലകൻ അതിലും വലിയ അഭിനേതാവെന്ന് എനിക്കറിയാമായിരുന്നു. അതിനകത്ത് പക്ഷേ പ്രത്യേകിച്ച് അഭിനയിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെയ്തില്ല എന്ന് മാത്രം. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം PJ ആൻ്റണിയുടെ ഒരു നോവലിനെ ബേസ് ചെയ്തെടുത്തതാണ് കോലങ്ങൾ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ കോലങ്ങൾ ഞാൻ എടുത്തിട്ടുള്ള ഏറ്റവും നല്ല സിനിമകളിലൊന്നാണ്. അപ്പോൾ അതിനകത്ത് ഈ കള്ളുവർക്കി എന്ന് പറയുന്ന കഥാപാത്രം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അത് വായിച്ചപ്പോൾ തന്നെ ഇദ്ദേഹം എൻ്റെ മനസ്സിൽ വരികയാണ് ചെയ്തത്. കാരണം അത് അപ്പോൾ അങ്ങനെ അതിലാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നത്. പക്ഷേ കള്ളുവർക്കി പോലുള്ള ആ ക്യാരക്ടർ പോലുള്ളൊരു ക്യാരക്ടർ അതിന് മുമ്പ് തിലകൻ ചേട്ടൻ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു രശ്മിയിലെ വളരെ സാത്വികനായ അച്ഛനെയൊക്കെ അല്ലേ അതിന് മുമ്പ് തിലകൻ ചേട്ടൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഞാൻ കുറ്റവും ശിക്ഷയും എന്ന് പറയുന്ന നാടകത്തിൽ അങ്ങനെയുള്ള കഥാപാത്രം വെള്ളമൊക്കെ അടിച്ച് വരുന്ന ഒരു തൊഴിലാളിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. ഫിസിക്കലി, അതായത് ശാരീരികമായിട്ട് ഇദ്ദേഹത്തിന് അടങ്ങുന്ന ഏറ്റവും നല്ല കഥാപാത്രം തോന്നുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു വല്ലാത്തൊരു ആംബിയൻസ് രൂപത്തിനും ആ കഥാപാത്രം തമ്മിലുണ്ട്. കാരണം അത് ചിത്രം അവസാനിക്കുന്നത് ഈ നിസ്സഹായ ഇന്നസെൻ്റായി പെൺകുട്ടിയുമായിട്ട് ഇദ്ദേഹം ഒരു എന്താ പറയുന്നത്, അതിനകത്ത് ഏറ്റവും കാലനായ ഒരു മനുഷ്യൻ ആ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോകുന്നവർ. അത് ആക്ച്വലി ഫ്രാൻസിലെ ഒരു ഫെസ്റ്റിവലിന് ആ സിനിമ ഉണ്ടായിരുന്നത്. മലയാള സിനിമയ്ക്ക് 50 വയസ്സായ സമയത്ത് അവിടെ കൊണ്ടുപോയതാണ്. അപ്പോൾ അത് കണ്ടിട്ട് ആ സിനിമയുടെ അന്ത്യമൊക്കെ അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നത്. കാരണം അത് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലിയുടെ ഒരു ഭാഗം കൂടിയാണ് അത് വിജയിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഈ യവനികയിലെ ഈ കഥാപാത്രം എന്ന് പറയുന്നത് ഈ വാസ്തവത്തിലെ ഒരു അഭിനേതാവ് എന്നതിനേക്കാട്ടിലുപരിയായിട്ട് നാടക സങ്കല്പങ്ങളെയും നാടകത്തിൻ്റെ ചിട്ടകളെയും പ്രവർത്തനങ്ങളെയും ഒക്കെ തിലകൻ്റെ നാടക അഭിനയത്തിലുള്ള ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് അത് ഞാനും അതിനകത്തുനിന്ന് കടമെടുത്തിട്ടുണ്ട്. ഈവൻ ഓഫ് കോഴ്സ് മമ്മൂട്ടി എന്ന് പറയുന്ന ആളിൻ്റെ ഏതാണ്ട് ഈ നമ്മുടെ വക്കീൽ പഠിച്ച ആളാണല്ലോ, വക്കീലാകാൻ പഠിച്ച ആളാണ് മമ്മൂട്ടി. അദ്ദേഹത്തിൻ്റെ ഒരു കഴിവുകൾ വരെ നമ്മൾ അതിനകത്ത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു നടീനടന്മാരുടെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ആ പ്രത്യേകതകൾ നമുക്ക് ആവാഹിച്ചെടുക്കാൻ സാധിക്കട്ടെ. ഞങ്ങൾ തമ്മിൽ ആദ്യം പരിചയപ്പെടുന്നതെന്ന് വെച്ചാൽ ഗീത ആർട്സ് ക്ലബിൻ്റെ ഒരു നാടകത്തിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ചാൽ അന്ന് ജോസ് സാർ സംവിധായകനായിട്ട് അന്ന് പുള്ളി പിന്നെ ഈ സ്വർണ്ണ മെഡലൊക്കെ വാങ്ങി പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പുറത്ത് വന്നിട്ടേ ഒക്കെ ഉള്ളൂ. പക്ഷേ അന്ന് വന്ന് വല്ലപ്പോഴൊക്കെ നാടകത്തിൻ്റെ റിഹേഴ്സൽ കാണും പോവും. ഇങ്ങനെ ചില അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പറയാറുണ്ടായിരുന്നു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഉൾക്കടലിൽ അഭിനയിച്ചു. അത് ഇദ്ദേഹം പറഞ്ഞ പോലെ എനിക്ക് വലുതായിട്ട് ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഈ കോലങ്ങളിൽ മദ്യപാനത്തിൻ്റെ പല സ്റ്റേജ് കാണിക്കണം. ഇപ്പം സിനിമ എന്ന് പറയുന്ന മാധ്യമത്തെക്കുറിച്ച് എനിക്കന്ന് വലിയ പിടിപാടില്ല. അപ്പം ഞാൻ ഓരോ പ്രാവശ്യം നമ്മൾ ഈ കണ്ടിന്യൂറ്റി കീപ്പപ്പ് ചെയ്യാന്ന് പറയുമല്ലോ, ഞാൻ ചിലപ്പോൾ ഒരു 2 കുപ്പി കള്ളേ കുടിച്ചിട്ടുള്ളായിരിക്കും, ചെറിയൊരു ഇതേ ഉള്ളൂ, ഒരു ബിംബിരി. ചിലപ്പോൾ 5 കുപ്പി കുടിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ കണ്ടവാനം കുടിച്ച് ഭയങ്കര വാറായിരിക്കും. ഇങ്ങനെ പല സ്റ്റേജ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിലൊക്കെ എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ജോറാശാനാണ്. പിന്നെ ഈ KG ജോർജ് എന്ന് പറയുന്ന ഡയറക്ടറുടെ കഴിവ് ഞാൻ മനസ്സിലാക്കിയത് യവനിക എന്ന് പറയുന്ന ചിത്രത്തിലെ ആ ഫ്ലാഷ് ബാക്കുകളില്ലേ, അതിൻ്റെ ഒരു കൂട്ടിയിണക്കിയിരിക്കുന്ന രീതിയാണ് സ്ക്രിപ്റ്റിംഗ്. അതാണ് അതിലൊരു അല്പം തെറ്റ് പറ്റിയാൽ ആകെ കുഴയും. അതാണ് എന്നെ കൂടുതൽ പഠിക്കാൻ ഉള്ള അവസരം തന്നത്. KG ജോർജ് എന്നാൽ എന്ത് എന്നുള്ളത് പഠിക്കാനുള്ള അവസരം കിട്ടി. അങ്ങനെയാണ്.
മലയാളത്തിലെ അന്ന് നിലവിലുള്ള എല്ലാ ഒന്നാം തരം നടീനടന്മാരുടെ ഒരു സമ്മേളനം കൂടിയായിരുന്നു ആ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നീട് അവർ മലയാള സിനിമയ്ക്ക് എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ഉണ്ട് ആൾക്കാർ. അതിനകത്ത് ഗോപി എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള ആളാണ്. പക്ഷേ അപ്പോഴും ഗോപി ഒരു പോപ്പുലർ നടനായിരുന്നില്ല. യവനെയാണ് ഗോപിയെ കുറച്ചുകൂടെ പോപ്പുലർ ആക്കിയത്. അപ്പോൾ ആ രീതിയിൽ ഉള്ള ഒരു കോൺട്രിബ്യൂഷൻ്റെ ഭാഗമായിരുന്നു ഇദ്ദേഹവും എന്ന് പറയുന്നത്. അഭിനയം എന്ന് പറയുന്നത് ഓരോ ആൾക്കും നമ്മൾ ഓരോ നടൻ്റെയും കഴിവനുസരിച്ച് നമ്മൾ ടെക്നിക്ക് മാറ്റും. കഴിവുള്ള നമ്മളെ ഒരിക്കലും ഫെയിൽ ചെയ്യാത്ത നടീനടന്മാർ സമ്മേളിക്കുന്ന സമയത്ത് അങ്ങനെ ടെക്നിക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ജോരാശാനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞങ്ങൾ യവനിയൊക്കെ ചെയ്യുമ്പോൾ തന്നെത്താൻ ഈ സീൻ കൊണ്ടുവന്ന് വെച്ച് വായിച്ച് ഞങ്ങൾ അങ്ങോട്ട് പറയും. അപ്പോഴൊക്കെ ഇദ്ദേഹം മാറി നിൽക്കും. മാറി നിന്ന് ഞങ്ങളെ ഇങ്ങനെ നോട്ട് ചെയ്യും. കുറേ സമയം കഴിയുമ്പോൾ പറയും നമുക്കൊന്ന് ടേക്ക് പോവാം. എന്ത് ടേക്ക് പോവാം? നമ്മളൊന്നും ചെയ്തിട്ടില്ല, ചുമ്മാ വായിച്ചു നോക്കിയിട്ടേ ഉള്ളൂ. അപ്പോൾ പറയും ഞങ്ങൾ ചുമ്മാ വായിക്കുക, അത് മതി, അത് കറക്റ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതാറുള്ളത്. അപ്പം ഞങ്ങൾ എന്തുമാത്രം ഇവിടെ ഇരുന്ന് ഇത് ഇംപ്രവൈസ് ചെയ്യുന്നു എന്ന് മാറി നിന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇദ്ദേഹം ഷോട്ട് പ്ലാൻ ചെയ്തത്. അങ്ങനത്തെ ഒരു കൂട്ടായ്മയുടെ വിജയം ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഇന്ന് മലയാള സിനിമയുടെ ഒരു ടെക്സ്റ്റായിട്ട് മാറിയത് എന്നും ഏത് ആൾക്കും പഠിക്കാനുള്ള ആ കൂട്ടായ്മയാണ് യവനിയെ വിജയിപ്പിച്ചെന്നുള്ളതിനകത്ത് തർക്കമില്ല.